ഇറാൻ ജനതയ്ക്കുമേൽ കൊലവിളിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ജനത മുഴുവനായും ഇന്ന് രാത്രി ഇല്ലാതാകും, എല്ലാറ്റിനും ഇന്ന് തീരുമാനമാകുമെന്ന് ട്രംപിന്റെ ഭീഷണി. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം ഭീഷണി മുഴക്കിയത്. മുഴുവൻ ജനങ്ങളും രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്നാണ് ഇറാന്റെ മറുപടി. ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിൽ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി സായ് കുമാറാണ് ചേരുന്നത്. സായ്, വലിയ ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇറാൻ മറുപടിയും നൽകിയിട്ടുണ്ട്, മരിക്കാൻ തയ്യാറെന്ന രീതിയിൽ. മറ്റ് ലോകരാജ്യങ്ങളുടെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ? തീർച്ചയായും വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ പേജിലൂടെ പുറത്തു വന്നത്. അതൊരു കൊലവിളി എന്ന രീതിയിൽ തന്നെയാണ് ലോകം അതിനെ കണ്ടത്. ഇറാനെ പൂർണ്ണമായും ഇന്ന് രാത്രിയോടെ നിലംപരിശാക്കും, ഇറാൻ ജനതയെ തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള അങ്ങേയറ്റം പ്രകോപനപരമായ വാക്കുകളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 48 മണിക്കൂർ സമയമാണ് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാന് ട്രംപ് നൽകിയത്. അത് ഏകദേശം ഇന്ത്യൻ സമയം 5:30 അവസാനിക്കുകയാണ്. അതായത് 4 മണിക്കൂർ സമയം മാത്രമേ ട്രംപിന്റെ ആ ഒരു അന്ത്യശാസനം അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളൂ. അതിനുശേഷം എന്താണ് അമേരിക്ക ഇറാനിൽ ചെയ്യാൻ പോകുന്നത് എന്നത് വളരെ ആശങ്കയോടുകൂടി തന്നെ ലോകം ഉറ്റുനോക്കുകയാണ്. എന്തായാലും ട്രംപിന്റെ ഈ പ്രതികരണത്തിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ ലോകരാജ്യങ്ങളടക്കം ഉയർത്തുന്നുണ്ട്. റഷ്യയടക്കം ഈ വിധത്തിൽ ഒരു രാജ്യത്തെയും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. പല ലോക സംഘടനകളും ട്രംപിന്റെ ഈ ഒരു പ്രകോപനപരമായ വാക്കുകളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ ഇസ്രയേൽ ട്രംപിന്റെ ഈ പോസ്റ്റ് പുറത്തു വന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഇറാനിൽ പലയിടങ്ങളിലും വലിയ സ്ഫോടനം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാൻ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്നില്ല. തങ്ങളുടെ മുഴുവൻ ജനതയും 1 കോടി ജനങ്ങളും മരിച്ചു വീഴാൻ തയ്യാറാണ് എന്നാണ് അവരുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണമായി വരുന്നത്. ഇപ്പോൾ ഇസ്രയേലിലേക്കടക്കം ഇറാന്റെ ഭാഗത്ത് നിന്നും മിസൈൽ ആക്രമണം നടക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതിനിടെ UN-ൽ ഒരു നിർണായകമായ പ്രമേയം ഈ ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. ചൈനയും റഷ്യയും അടക്കം അത് വീറ്റോ ചെയ്തു എന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ച് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു സൂചന, ശുഭകരമായിട്ടുള്ളൊരു സൂചനയല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപിന്റെ ഭാഗത്ത് നിന്ന്, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇനിയുള്ള മണിക്കൂറുകളിൽ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടാകും എന്ന ആശങ്കയിൽ തന്നെയാണ് ലോകം ഉള്ളത്. ഇന്ത്യ അടക്കം അവരുടെ പൗരന്മാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. 48 മണിക്കൂർ എവിടെയാണോ ഇപ്പോൾ ഉള്ളത്, ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലുള്ളവർ താഴെ ഇറങ്ങി സുരക്ഷിതമായ ഇടങ്ങളിൽ 48 മണിക്കൂർ തുടരണം എന്ന ഒരു നിർദ്ദേശം വരുന്നു. ബഹ്റൈനിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ അങ്ങേയറ്റം ഒരു ഭീതിയുടെ ഒരു സാഹചര്യം തന്നെയാണ് ഈ രാത്രി ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉള്ളത്. തീർച്ചയായും സായ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം എസ് രഞ്ജിത്ത് കൂടി UAE-യിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. എസ് രഞ്ജിത്ത്, നമുക്കറിയാം നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, എത്ര വലിയ ഭീഷണി മുഴക്കിയാലും തങ്ങൾ ഒരടി പിന്നോട്ട് പോകില്ല എന്നുള്ളത്. ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാന്റെ ആക്രമണം കടുപ്പിക്കാനുള്ള സാധ്യത ഉറപ്പാണ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഈ ജലസ്രോതസ്സുകൾ, വൈദ്യുതി സ്രോതസ്സൊക്കെ ലക്ഷ്യം വെച്ചുള്ള കടുത്ത ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് രഞ്ജിത്ത്? അശ്വതി, ആര്യ, നിലവിൽ GCC രാജ്യങ്ങളെ സംബന്ധിച്ച് സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ്. പക്ഷേ ഇവിടെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഇറാൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അമേരിക്ക ഇറാനിൽ നടത്തിയാൽ അതിന്റെ പ്രതികാരം എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ അയൽ രാജ്യങ്ങളിൽ ആക്രമണം നടത്തും എന്നാണ് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്, ഏറ്റവും ഒടുവിലായി അറിയിച്ചിരിക്കുന്നത്, ഇറാന്റെ പൂർണ്ണനാശം ഇനി ഈ രാത്രിയോടുകൂടി ഉണ്ടാകും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഗൾഫ് മേഖലയിലും വലിയ തോതിലുള്ള ഒരു ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത്. ഇപ്പോ ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സമയം അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ സമയം 5:30 മണിക്കാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ 8 മണി എന്ന സമയത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും? ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ, അതോ നേരത്തെ പ്രഖ്യാപിച്ചതുപോലുള്ള ശക്തമായ ആക്രമണവുമായി മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആണവ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പൊതു സംവിധാനങ്ങളൊക്കെ, ജലവൈദ്യുത സംവിധാനങ്ങളൊക്കെ ആക്രമിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രതികരണമായാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്, അത്തരത്തിൽ അടിസ്ഥാന മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ
സമീപ രാജ്യങ്ങളിൽ അതിന്റെ പ്രതിഫലനമുണ്ടാകും, അതിന്റെ പ്രത്യാഘാതമുണ്ടാകും. അതെ, അതാണ് രഞ്ജിത്ത്. ഒരു നിയന്ത്രണവും ഇല്ലാത്ത പ്രത്യാക്രമണത്തിലേക്ക് ഇറാൻ കടക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ട്രംപ് പറയുന്നത് ഇന്ന് രാത്രി വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് പ്രത്യേകമായ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നൽകിയിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിൽ നിയന്ത്രണങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ അതീവ ജാഗ്രതയിൽ തന്നെയാണ് വിവിധ GCC രാജ്യങ്ങൾ ഇപ്പോഴുള്ളത്. കാരണം ഇന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ 28-നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി ഗൾഫ് മേഖല ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിനുശേഷം ഒരു മാസങ്ങൾ പിന്നിട്ട ശേഷവും ഈ ആക്രമണം ഇറാൻ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്ന് UAE ഷാർജയിൽ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഓഫീസിന് നേരെ മിസൈൽ ആക്രമണം നടത്തി. ഈ ഒരു ആക്രമണത്തിൽ 2 പാകിസ്ഥാൻ സ്വദേശികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സൗദി അറേബ്യ ലക്ഷ്യമാക്കിയും നിരവധി തവണ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെയും ഒരു വ്യവസായ മേഖലയിൽ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി. ഒപ്പം തന്നെ കുവൈറ്റിന് നേരെ നിരവധി ഘട്ടങ്ങളിൽ ആക്രമണമുണ്ടായി, ബഹ്റിന് നേരെ നിരവധി ഘട്ടങ്ങളിൽ ആക്രമണമുണ്ടായി. അപ്പോൾ ഇപ്പോഴും തുടർച്ചയായി ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി കൂടി ഈ ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതോടുകൂടി വലിയ തോതിലുള്ള ഒരു ആശങ്ക പ്രധാനമായും ഗൾഫ് മേഖലയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും അമേരിക്കയുടെ ഒരു അടുത്ത നീക്കം? അത്തരത്തിൽ ശക്തമായ ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ അയൽ രാജ്യങ്ങളിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനമായും ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും എസ് രഞ്ജിത്താണ് UAE നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം വാർ ഡെസ്കിൽ നിന്ന് സായ് കുമാറും. എന്തായാലും അമേരിക്കയുടെ അടുത്ത നീക്കം എന്താകും എന്നുള്ളതിലാണ് വലിയ ആശങ്കയും ആകാംക്ഷയും നിലനിൽക്കുന്നത്. അങ്ങനെ കടുത്തൊരു ആക്രമണത്തിലേക്ക് അമേരിക്ക നീങ്ങിയാൽ ഇറാൻ തീർച്ചയായും ഒരു കനത്ത പ്രത്യാക്രമണത്തിലേക്ക് കടക്കും. അത് സമീപ രാജ്യങ്ങളെ എല്ലാം കാര്യമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും എന്നതിലും സംശയമില്ല.